ദൈവമായ കർത്താവ് സാക്ഷാൽ ഒടേതമ്പുരാൻ പ്രത്യക്ഷപ്പെട്ട് നമ്മുടെ മുമ്പിൽ ഒരു 2-3 വരങ്ങൾ നിങ്ങൾക്ക് ചോദിച്ചോളാൻ പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നം ഒന്നെങ്കിൽ രോഗം മാറാൻ വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ കടബാധ്യത മാറാൻ വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലുമായ ഈ ലോകത്തിന് ചില ഭൗതിക കാര്യങ്ങൾ മാറാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഏറിയ പങ്കാളുകളും പ്രാർത്ഥിക്കുന്നത്. ശരിയാണോ? ഏറിയ പങ്കാളുകളും. അതായത് ഞാൻ പറയാൻ കാരണം വെച്ചാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ധ്യാന കേന്ദ്രങ്ങളിൽ വരുന്നതിൽ ഒരു 90% ആളുകൾ അവരാരും വരുന്നത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വർഗത്തിൽ പോകണം, അല്ലെങ്കിൽ യേശുവിൻ്റെ കൃപ കിട്ടണം, യേശുവിൻ്റെ ഹിതം അറിയാൻ വേണ്ടിയിട്ടൊന്നുമല്ല. അവർ പലരും ധ്യാന കേന്ദ്രങ്ങളിൽ മാറി മാറി പോകുന്നെന്താ, എവിടെ പോയാൽ ഞങ്ങൾക്ക് രക്ഷ കിട്ടും, അവിടുന്ന് വേണം, അവിടെ പോയി അവിടെ കെട്ടഴിഞ്ഞില്ല, ഇന്നടത്ത് പോയി അവിടെ കെട്ടഴിയും, എന്നാൽ അവിടെ അങ്ങോട്ട് പോകാം, അല്ല കൃപാസനത്തിൽ പോയി അവിടെ നിന്ന് അങ്ങോട്ട് പോയേക്കാം, അട്ടപ്പാടി പോയതിനേക്കാൾ നല്ലത് ഇപ്പം നമ്മൾ അണക്കര പോവാണെങ്കിൽ അവിടെ പോകാം. എവിടെ കൃപ കിട്ടും, എവിടെ ഭൗതികമായ നേട്ടങ്ങൾ കിട്ടും, അവിടേക്ക് ഓടാനാണ് ഒരു പ്രവണത നമ്മളിൽ എല്ലാവരിലും ഉള്ളത്. പറഞ്ഞേ ഹല്ലേലൂയ. യേശു എന്താ പറയുന്നത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ? മത്തായിയുടെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൻ്റെ 33-ാമത്തെ വാക്യത്തിൽ യേശു എന്താ പറഞ്ഞത്? നിങ്ങൾ ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും, ബാക്കിയെല്ലാം നിങ്ങൾക്ക് നൽകും. ഇവിടെ നോക്കിക്കേ, ദൈവത്തിൻ്റെ ഹിതം, അതാണ് നമ്മൾ കണ്ടത് 1 യോഹന്നാൻ 3:5-14. അവൻ്റെ ഹിതം അനുസരിച്ച് നാം എന്തെങ്കിലും ചോദിച്ചാൽ അത് നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ് അവൻ ഉറപ്പ്. അത് മാത്രമല്ല, അതിൻ്റെ കൂടെ നാം ആഗ്രഹിക്കുന്നതിൽ അപ്പുറം കാര്യങ്ങൾ ദൈവം നമുക്ക് ചെയ്തു തരും. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം നമ്മൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കേണ്ടത്, എൻ്റെ ജീവിതത്തിൽ എൻ്റെ പ്രാർത്ഥനയുടെ രീതി ചിലപ്പോൾ ഒന്ന് മാറ്റേണ്ടതായിട്ട് വരും. എൻ്റെ വ്യക്തിപരമായ ഇപ്പോൾ 10-15 കൊല്ലമായി പ്രാർത്ഥിക്കുന്നു, കടബാധ്യത മാറാൻ വേണ്ടി തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. കടബാധ്യത മാറിയെന്ന് മാത്രമല്ല, വീണ്ടും കടം കുന്നുപോലെ കൂടിക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ഇത്രയും നാളായിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ ഭവനം കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഭവനമൊന്നും കിട്ടിയില്ല, ഉള്ള സ്ഥലം കൂടെ പോവുകയും ചെയ്യുന്നൊരവസ്ഥ. അപ്പം നമ്മളിന്ന് സംബന്ധിക്കുന്നതാണ്, ചോദിക്കേണ്ടതിന് പകരം, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ദൈവം ആഗ്രഹിക്കുന്നതല്ല നമ്മൾ ചോദിക്കുന്നത്, നമ്മൾ ആഗ്രഹിക്കുന്നതാണ് ചോദിക്കുന്നത്.